അപ്പം നമുക്ക് പാർട്ട് 4 PYQ ഫിസിക്സിൻ്റെ പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ഹോംവർക്ക് പ്രോബ്ലം ഞാൻ ചെയ്തിരുന്നു, അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു ആൻസർ. കിട്ടാത്തവർ അതിൻ്റെ സൊല്യൂഷൻ നമുക്കൊന്ന് നോക്കാം. വെരി സിമ്പിൾ. കഴിഞ്ഞ 2025 കീമിൽ വന്ന പ്രോബ്ലമാണിത്. ഇഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ടേക്സ് 3 seconds, ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്, ശ്രദ്ധിച്ചോണം. takes 3 seconds and 5 seconds. 3 seconds എന്തിനാ? To cross the 28th floor and 4th floor respectively. അപ്പോൾ 28th floor ക്രോസ് ചെയ്യാനായിട്ട് 3 secondsൽ 28th floor ക്രോസ് ചെയ്തു. 5th second ആയപ്പോഴത്തേക്ക് 4th ഫ്ലോറും ക്രോസ് ചെയ്തു. ദെൻ ദ ഹൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ഫ്ലോർസ്, ആ രണ്ട് ഫ്ലോറും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ജി, അതായത് ഗ്രാവിറ്റി നമുക്ക് 10 m/s² എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ടവർ, അതായത് ഒരു മൾട്ടി സ്റ്റോറീഡ് അല്ല ഒരു ഫ്ലാറ്റ്. എനിക്ക് ഫ്ലാറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്ലാറ്റിൻ്റെ പ്രോബ്ലം ആവട്ടെ. ഇതിൽ നിന്ന് നമ്മളൊരു ബോളോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് താഴേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3 seconds, ഫസ്റ്റ് 3 seconds ആയപ്പോൾ അത് 28th ഫ്ലോറിലെത്തി. 28th ഫ്ലോർ എത്തി. നെക്സ്റ്റ് 5 seconds ആയപ്പോൾ അത് 4th ഫ്ലോറിലെത്തി. അപ്പോൾ നമുക്കിത് പോയിന്റ് ഇട്ടേക്കാം. എ, ഈ പോയിന്റ് എന്ന് പറയുന്നത് ബി, ഇതെന്ന് പറയുന്നത് സി. അപ്പം ഈ ടൈം എന്ന് പറയുന്നത് 3 seconds. ഡിസ്റ്റൻസ് നമുക്കറിയത്തില്ല. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ടൈമാണ് 5 seconds. ഇത് ഫ്രീലി ഫോളിങ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇനിഷ്യൽ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നെ നമ്മുടെ സ്ഥിരം ഇക്വേഷൻ യൂസ് ചെയ്യുക. S = ut + ½ at². അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് ഫ്ലോറിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പാണ്. പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം ഈ എയിൽ നിന്നും ബി വരെയുള്ളത് കണ്ടുപിടിക്കാം, എയിൽ നിന്നും സി വരെയുള്ളത് കണ്ടുപിടിക്കാം, എന്നിട്ട് അത് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസ്റ്റൻസ് SA to B കാണാം. AB ആണ് ആദ്യം. SA to B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ എന്താ? 0. ടൈം നമ്മൾ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല, 0 × t അല്ലേ, +½ × A. ആക്സലറേഷൻ എന്താ തന്നേക്കുന്നത്? നമുക്ക് G ആണ് പറഞ്ഞേക്കുന്നത്. G = 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, m/s² ആക്സലറേഷൻ. അപ്പോൾ A = G = 10 m/s². അപ്പോൾ എക്ക് നമ്മൾ 10 കൊടുത്തു. ടി, ഫസ്റ്റ് ടൈം എത്രയാണ് നമുക്കുള്ളത്? 3 seconds ആണ്. 3 × 3. അപ്പോൾ SAB എത്ര വന്നു? 3 15, 15 3 45. അപ്പോൾ 45 meters അത് കവർ ചെയ്തു ഫസ്റ്റ് 3 secondsൽ. ut + ½ A × t × t. ഇനി നമുക്ക് SAC, ഇത് A തൊട്ട് C വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയത്തുള്ളൂ. അത് വേണമെങ്കിൽ അതിൻ്റെ മ്യൂ 0 ആണ്, T നമുക്ക് വേണ്ട. ½ അതിൻ്റെ G 10 തന്നെയാണ്. അതിൻ്റെ സെക്കൻഡ്സ് എന്ന് വെച്ചാൽ 5 × 5. അപ്പോൾ എത്ര വരും? 125 അല്ലേ? 5 25, 25 125. അപ്പം SAC ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 125. അപ്പോൾ അറിയാമല്ലോ, ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് 45 കിട്ടി. ഇത് തൊട്ട് ഇതുവരെയുള്ളത് നമുക്ക് 125 കിട്ടി. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ഫ്ലോർസ്, അതായത് 28th ഫ്ലോർ ആൻഡ് 4th ഫ്ലോർ = 125, അല്ല ഇങ്ങനെ എഴുതാം, SAC - SAB = SBC. ഈ BC ആണ് നമുക്കിവിടെ കിട്ടിയത്. SBC എന്ന് പറയുന്നത്, SAC എത്രയാണ് നമുക്ക് കിട്ടിയത്? 125 - 45 = എത്ര വരും? 125 45 മൈനസ് ചെയ്യുമ്പോൾ 0 8 4 12 അല്ലേ?
അപ്പോൾ 80 മീറ്റേഴ്സ് ആണ് ഈ രണ്ട് ഫ്ലോറിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്. അപ്പോൾ ഓപ്ഷൻ എ. പോസ് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. അടുത്ത പ്രോബ്ലം 2025 കീമിൽ തന്നെ വന്ന വേറെ സീരീസിൽ നെക്സ്റ്റ് ഡേയിൽ വന്ന പ്രോബ്ലമാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ തന്നെ പ്രോബ്ലമാണ്. അത് വെർട്ടിക്കലായിരുന്നു, ഇത് ഹൊറിസോണ്ടൽ ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി. ഇതിൽ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 1 meter per second, ഹാസ് എ യൂണിഫോം ആക്സിലറേഷൻ ഉണ്ട് 2 meter per second square. The distance travelled by the particle in the first 2 intervals of 5 seconds are respectively. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഒരു പാർട്ടിക്കിൾ, ഒരു കാറോ എന്തെങ്കിലും എടുക്കാം, അത് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി u ഇസ് ഈക്വൽ ടു 1 meter per second. പിന്നെന്താ തന്നേക്കുന്നത്, യൂണിഫോം ആക്സിലറേഷൻ പറഞ്ഞിട്ടുണ്ട് 2 meter per second square. ഡിസ്റ്റൻസ് ഫസ്റ്റ് 2 ഇൻ്റർവെൽസ് ഓഫ് 5 seconds, അതായത് 2 ടൈം, ആദ്യത്തെ 5 seconds പിന്നത്തെ 5 seconds, ഇത്രയൊക്കെ മതി 5. അപ്പോൾ ഫസ്റ്റ് t ഇസ് ഈക്വൽ ടു 5 seconds, 2, അടുത്ത t എന്ന് പറയുന്നത് 5 seconds. അപ്പോൾ ഇതും നമുക്കൊരു a എന്ന് എടുക്കാം, ഇത് b എടുക്കാം, ഇത് c എടുക്കാം. ഇവർ പറഞ്ഞേക്കുന്നത് ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ഇത്രയും സമയം കൊണ്ട് ഫസ്റ്റ് 5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു, നെക്സ്റ്റ് 5 seconds കൊണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്തു, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഇത് നമുക്ക് SAB എന്ന് എടുക്കാം, ഫസ്റ്റ് t സെക്കൻഡ് കൊണ്ട്, ഇത് SBC. അപ്പം നമുക്കറിയാവുന്ന എന്തൊക്കെയാ, u ഉണ്ട്, ഇതുണ്ട്. സെയിം നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഫോളോ ചെയ്യാം. ഫസ്റ്റ് AB നമുക്ക് എടുക്കാം, SAB ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ ഈക്വൽ ടു u നമുക്ക് തന്നിട്ടുണ്ട് 1 ഇൻറ്റു ടി, ടൈം എത്രയാണ് 5 സെക്കൻഡ്, പ്ലസ് ഹാഫ് ഇൻറ്റു A2 എന്ന് തന്നിട്ടുണ്ട്, ഇൻറ്റു ടൈം നമുക്ക് പിന്നെ അറിയാം 5 ഇൻറ്റു 5 ഈക്വൽ ടു 5 പ്ലസ് ഈ 2 ക്യാൻസൽ ചെയ്യാം, 5 ഇൻറ്റു 5 25. അപ്പം നമുക്ക് 30 meters. അപ്പോൾ ഈ ആദ്യത്തെ 5 സെക്കൻഡ് കൊണ്ട് അത് ട്രാവൽ ചെയ്ത് SAB എന്ന് പറയുന്നത് 30 meter ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 minute ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതെങ്കിലും 30 meter ഉണ്ടോ എന്ന് ആൻസറിൽ ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഒരു 30 meter ഉണ്ട്, പക്ഷെ അടുത്തതും 30 meter ഉണ്ട്. അപ്പം നമുക്ക് അടുത്തതും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് AC. നമുക്ക് BC ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ബിയിലുള്ള ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല, ഇതിലുള്ള വെലോസിറ്റിയെ നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. അതിലും എളുപ്പം നമുക്ക് ഇത് വെച്ച് ഡയറക്റ്റ്ലി AC കണ്ടുപിടിക്കുന്നതാണ്. AC എന്ന് പറയുന്നത് സെയിം UT പ്ലസ് ഹാഫ് AT സ്ക്വയർ തന്നെയാണ്, അതിൻ്റെയും u എന്ന് പറയുന്നത് 1. അപ്പോൾ അതിൻ്റെ ടൈം എന്തായിരിക്കും, SACയുടെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് അളക്കണം, മാറിപ്പോകരുത്. ഈ 5 കൂടെ ചേർത്ത് 10 seconds ആണ് എന്തിൻ്റെ, SACയുടെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾ A തൊട്ട് C വരെ എത്തണമെങ്കിൽ, A എന്ന് എടുക്കണമെങ്കിൽ അത് 10 seconds ഉണ്ട്. അപ്പോൾ T എന്ന് പറയുന്നത്, T ഓഫ് SAC എന്ന് പറയുന്നത് 10 seconds ആണ്. അതുകൊണ്ട് u ഇനിഷ്യൽ 0 തന്നെ, ഇനിഷ്യൽ 1 തന്നെ, T എന്ന് പറയുന്ന 10 seconds പ്ലസ് ഹാഫ് ഇൻറ്റു A നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്, ഇൻറ്റു 10 ഇൻറ്റു 10. അപ്പോൾ ഈ 2 ക്യാൻസൽ ചെയ്യാം, ബാക്കി വന്നിട്ട് 10 പ്ലസ് 10 ഇൻറ്റു 10 100. അപ്പോൾ 110 ആണ്. ഇത് കണ്ടിട്ട് ഉടനെ ചാടിപ്പിടിച്ച് ഓപ്ഷൻ A എഴുതരുത്, കാരണം ഇത് SAC ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് SBC ആണ്, ആ 2 ഇൻ്റർവെല്ലിലുള്ളതാണ്. അപ്പോൾ SBC എന്ന് പറയുന്നത് ഇതിന്ന് SAC മൈനസ് SAB. അപ്പോൾ 110 നിന്ന് ഈ 30 കൂടെ കുറച്ചിട്ടുള്ളതാണ്. 110 നിന്ന് 30 കുറയ്ക്കുമ്പോൾ എത്ര വരും, 80. അപ്പോൾ 80 meter ആണ് ഇത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 meter. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും, ഓപ്ഷൻ D ആണ് കറക്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരും. അപ്പോൾ നമുക്ക് അറിയാം, ക്രിയേഷൻ അറിയാം, ചെയ്യാനറിയാം, എല്ലാം അറിയാം, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾമോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് പ്രോബ്ലംസും ചെയ്തു കഴിഞ്ഞു. എന്താ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ, ചിലതിൽ ഇനിഷ്യൽ തന്നിട്ടുണ്ടാവും, എന്തെങ്കിലും തന്നിട്ടുണ്ടാവും വാല്യൂ, ചിലതിൽ ഇനിഷ്യൽ ഫ്രീ ഫോളിങ് അല്ലെങ്കിൽ ഇനിഷ്യൽ 0 എന്നൊക്കെ പറഞ്ഞാൽ u നമ്മുടെ 0 ആയിരിക്കും. ചിലതിൽ ആക്സിലറേഷൻ ചിലപ്പോൾ ഗ്രാവിറ്റി ആയിരിക്കും. അപ്പോൾ G മിക്കവാറും 10 തന്നിട്ടുണ്ടാവും. ചില കേസിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കണം, ചില കേസിൽ നമുക്ക്
ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, എസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി പ്രോബ്ലംസ് ഇതിനകത്ത് വരത്തുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഈ വാല്യൂസ് ഒന്നും കൊടുക്കാതെ എന്തെങ്കിലും കോൺസ്റ്റൻറ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലംസും വരാം. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അടുത്ത പ്രോബ്ലം ഇങ്ങനത്തെ പ്രോബ്ലമാണ്. അതായത് നമ്മുടെ നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ചിലർക്ക് ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലം കാണുമ്പോൾ ചെയ്യാൻ തന്നെ പേടിയാണ്, നോക്കത്ത് പോലും ഇല്ല. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമ്മുടെ ഈ കോൺസെപ്റ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. 2025 കീമിൽ ചോദിച്ച പ്രോബ്ലമാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച പ്രോബ്ലം വെച്ചാൽ വെൻ എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, റെസ്റ്റിലാണ് ഇത് തുടങ്ങുന്നത്. നമുക്കറിയാമല്ലോ ഇനീഷ്യൽ വെലോസിറ്റി 0, മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്ന എസ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് റിലേറ്റഡ് ടു ടൈം ടി. ആ റിലേഷൻഷിപ്പാണ് ഇവർ എങ്ങനെയാണ് ഇത് പ്രപ്പോർഷനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാമല്ലോ, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് എസ് ഇങ്ങനെ ഒരു ബോഡി മൂവ് ചെയ്യുവാണ്. ഇത് എസ് എന്ന് പറഞ്ഞപ്പം 1 മീറ്റർ, അല്ലെ S2 മീറ്റർ, ഇത് 3 മീറ്റർ, ഇത് 4 മീറ്റർ. ഇതിനകത്തേക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ T1, T2, T3, T4 അങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. അതെങ്ങനെയാണ് നമ്മൾ റിലേറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം എസ് എന്ന് പറയുന്നത് യു എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, യു ഈസ് റെസ്റ്റ് ആയതുകൊണ്ട് യു ഇനിഷ്യൽ വെലോസിറ്റി 0, പിന്നെ ടൈം ടി ഈസ് ടി എന്ന് പറയുന്നുണ്ട്. ആ ടി ആയിട്ട് എങ്ങനെയാണ് ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ് എന്ന് പറയുന്നത് യു 0 ആയതുകൊണ്ട് എന്തായി, ഇത് 0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എ എന്ന് പറയുന്നത് യൂണിഫോം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, എ എന്ന് പറയുന്നത് യൂണിഫോം. അപ്പോൾ ഏതെടുത്താലും എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ടേമും പോയി. അപ്പോൾ എസ് ഈസ് പ്രപ്പോർഷണൽ ടു, പിന്നെ ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ എ ക്യാൻസൽ ചെയ്തുകൊണ്ട് എസ് ഈസ് പ്രപ്പോർഷണൽ ടു ഹാഫ് നമുക്ക് എടുക്കേണ്ടത് കോൺസ്റ്റൻ്റ് ആണ്. കാരണം S1 ആയാലും S2 ആയാലും S3 ആയാലും എന്തായാലും ഇത് രണ്ടും നമുക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ, അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ അതേസമയം ഈ ടി നമുക്ക് ഇനിഷ്യൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പറ്റത്തില്ല, കാരണം ഇവിടെ അന്നേരം വാല്യൂ വരും. ഇത് റെസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിഷ്യൽ 0 ആണ്, അതുകൊണ്ട് എസ് ഈസ് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ. എസ് ഈസ് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത പാർട്ട് 5 അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്ര സ്പീഡിൽ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ കൂടെയാണ് ഇത് പോകുന്നത്, മനസ്സിലാവുന്നില്ലെങ്കിൽ അതും പറയാം, കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കൂട്ടാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ചെയ്ത് പഠിക്കണം. ഇതിന് ഒരുപാട് ടൈം ഉണ്ട്, കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് ടൈം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം പ്രോബ്ലം നോക്കുക, മറ്റേതിന് മുന്നേ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ നോക്കുക. അതിനുശേഷം പിന്നെയും ഒരു റൗണ്ടും കൂടെ വന്ന് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ പേപ്പറും പേന നമ്മൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് മനസ്സിൽ നിൽക്കുള്ളൂ. ചെയ്ത് പഠിക്കുക. 2-3 പ്രാവശ്യം ഒരേ പ്രോബ്ലം ചെയ്താലും കുഴപ്പമില്ല. കുറേ എണ്ണം ചെയ്ത് കഴിഞ്ഞ് പിന്നെ റീബൗണ്ട് ചെയ്ത് തരാം. ഇതിലാകെപ്പാടെ നമുക്ക് വരുന്നത് ലെങ്ത് കണ്ടുപിടിക്കാൻ, അതായത് നമ്മുടെ എസ് കണ്ടുപിടിക്കാൻ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള വേരിയേഷൻസ് ഇതിനകത്ത് വരത്തുള്ളൂ. ഈ 2 ഇക്വേഷൻ ചിലപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻ ബിറ്റ്വീൻ ടൈം ആണോ ടോട്ടൽ ടൈം ആണോ എന്താണ് നമ്മളത് ശ്രദ്ധിച്ച് ചെയ്യുക. കുറേ എണ്ണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.